മഴക്കെടുതി രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി കൊല്ലത്ത് നിന്ന് കൂടുതൽ മത്സ്യബന്ധന ബോട്ടുകൾ പുറപ്പെട്ടു. റാന്നി, തിരുവല്ല ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് കൊല്ലം തങ്കശ്ശേരി ഹാർബറിൽ നിന്ന് ബോട്ടുകൾ പുറപ്പെട്ടിട്ടുണ്ട്. അനൽക്ക സയ്യിദ് വിവരങ്ങളുമായി ചേരുന്നു. അനൽക്ക, ഈ നമ്മൾ പ്രളയകാലത്ത് കണ്ടതുപോലെ മത്സ്യത്തൊഴിലാളികൾ രക്ഷകരാവുകയാണ്. തീർച്ചയായിട്ടും അജിൻസ്, അതായത് ഈ പത്തനംതിട്ട റാന്നിയിലും അതോടൊപ്പം തന്നെ തിരുവല്ല ഭാഗത്തും ഉണ്ടായ ഈ അപ്രതീക്ഷിതമായ വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട് തന്നെ 2 ദിവസം മുമ്പ് തന്നെ ഈ കൊല്ലത്ത് നിന്ന് കൂടുതൽ ബോട്ടുകൾ, അതായത് ഈ ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികളുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനത്തിന് പോയിരുന്നു. അതായത് 2 ദിവസം മുമ്പ് റാന്നിയിലേക്ക് രണ്ട് ബോട്ടുകളാണ് ഇവിടെ നിന്ന് പോയിട്ടുള്ളത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ സ്ഥിതി അവലോകനം ചെയ്തുകൊണ്ടാണ്, അതായത് കൊല്ലത്ത് നിന്നുള്ള മന്ത്രി കൂടിയായിട്ടുള്ള മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നിർദ്ദേശപ്രകാരം കൊല്ലം തങ്കശ്ശേരി ഹാർബറിൽ നിന്നും, അതായത് ഈ വെള്ളപ്പൊക്കം രൂക്ഷമായ മേഖലകളിലേക്ക് കൂടുതൽ ബോട്ടുകൾ എത്തിക്കാനുള്ള ഒരു നീക്കപ്പും ഉണ്ടായിട്ടുള്ളത്. ഏകദേശം 10ഓളം ബോട്ടുകളാണ് ഇപ്പോൾ തങ്കശ്ശേരി ഹാർബറിൽ നിന്നും, അതായത് കൊല്ലം തങ്കശ്ശേരി ഹാർബറിൽ നിന്നും റാന്നി ഭാഗത്തേക്കും അതോടൊപ്പം തന്നെ ഈ വെള്ളപ്പൊക്ക ബാധിത മേഖലയായിട്ടുള്ള തിരുവല്ല മേഖലയിലേക്കും പോയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ ബോട്ടുകളിൽ കൂടെ 40ഓളം മത്സ്യത്തൊഴിലാളികളും പോയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് അല്പനേരം മുമ്പാണ്, ഏകദേശം 9 മണിയോട് കൂടിയിട്ടാണ് കൊല്ലത്ത് നിന്ന് ഈ വെള്ളങ്ങൾ പുറപ്പെട്ടിട്ടുള്ളത്. മന്ത്രി ബിന്ദുകൃഷ്ണൻ അതോടൊപ്പം തന്നെ കൊല്ലം മേയറായിട്ടുള്ള MK ആഫീസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇവിടുന്ന് ബോട്ടുകളൊക്കെ തന്നെ ഇതിന്റെ മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ തയ്യാറാക്കിയത്. ഇതുമായി ബന്ധപ്പെട്ട് ഏകദേശം 12 മണിയോട് കൂടി തന്നെ ഈ ബോട്ടുകളൊക്കെ തന്നെ ലക്ഷ്യസ്ഥാനത്ത് എത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ കൂടുതൽ ബോട്ടുകൾ ആവശ്യം വന്നു കഴിഞ്ഞാൽ അതിനുള്ള സജ്ജീകരണങ്ങൾ ഇവിടുന്ന് ഉണ്ടാകുമെന്നാണ് മന്ത്രി സൂചിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. ശരിയാണ്.